വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളിൽ യൂറോപ്യൻ നിർമ്മിത മിസൈലിനെ മറികടക്കുന്ന പ്രകടനവുമായി ഇന്ത്യയുടെ അസ്ത്ര MK3 എന്ന റിപ്പോർട്ടുകൾ. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ചെടുത്ത അസ്ത്ര MK3 ആണ് യൂറോപ്യൻ നിർമ്മിത മെറ്റിയോറിനെ മറികടക്കുന്ന പ്രകടനം നടത്തുന്നത്. മെറ്റിയോറിനെ അപേക്ഷിച്ച് അസ്ത്ര MK3ക്ക് 20% അധികം റാംജെറ്റ് എഞ്ചിൻ പ്രകടനവും 18% കൂടുതൽ ജ്വലന സമയമുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ലക്ഷ്യം നേരിട്ട് കാണാനാവാത്ത ബിയോണ്ട് മിഷൽ റേഞ്ച് ആകാശയുദ്ധങ്ങളിൽ ഇതോടെ നിർണായക ആയുധമായി അസ്ത്ര MK3 മിസൈൽ മാറുകയാണ്. ആധുനിക റാംജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് അസ്ത്ര MK3യുടെ പ്രകടനം മെച്ചപ്പെടുത്തിയത്. മിസൈൽ മുന്നോട്ട് പോകുന്നതിന്റെ വേഗത കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വായു വലിച്ചെടുത്ത് ഇന്ധനവുമായി ചേർത്ത് ജ്വലനം സാധ്യമാക്കുന്നവയാണ് റാംജെറ്റ് എഞ്ചിനുകൾ. മിസൈലുകളിൽ ഇന്ധനത്തിനൊപ്പം ജ്വലനം വേഗത്തിലാക്കാൻ പ്രത്യേകം ഓക്സിഡൈസറും ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. റാംജെറ്റ് എഞ്ചിനുകൾ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വലിച്ചെടുക്കുന്നതിനാൽ ഓക്സിഡൈസറിന്റെ അളവ് കുറയ്ക്കാനാവും. ദീർഘദൂരം യാത്ര ചെയ്യാൻ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് സാധിക്കുകയും ചെയ്യും. സൂപ്പർസോണിക് വേഗതയിലാണ് റാംജെറ്റ് എഞ്ചിനുകൾ ഏറ്റവും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുക. മാക് 3 അതായത് മണിക്കൂറിൽ 3700 കിലോമീറ്റർ മുതൽ മാക് 6 അതായത് മണിക്കൂറിൽ 7400 കിലോമീറ്റർ വരെ വേഗതയിലാണ് റാംജെറ്റ് എഞ്ചിനുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുക. റാംജെറ്റുകളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നത് ഇമ്പൾസുകൾ അടിസ്ഥാനമാക്കിയാണ്. മെറ്റിയോറിനെ അപേക്ഷിച്ച് 20% ഉയർന്ന ഇമ്പൾസ് അസ്ത്ര MK3 മിസൈലിന് ഉണ്ട്. വായുവിൽ നിന്നും വായുവിലെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കുന്ന അസ്ത്ര MK3 18% അധിക ജ്വലനശേഷിയും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് മിസൈലിനെ കൂടുതൽ ദൂരത്തിലുള്ള ലക്ഷ്യവും ഭേദിക്കാൻ സഹായിക്കുന്നു. ഇത് ലക്ഷ്യമിടുന്ന വിമാനങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പോർ വിമാനത്തിൽ നിന്നും വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അസ്ത്ര MK3യുടെ പരമാവധി റേഞ്ച് 270 കിലോമീറ്റർ ആണ്. മെറ്റിയോറിന്റേത് ഏതാണ്ട് 250 കിലോമീറ്റർ ആണ്. MBDAയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ പ്രതിരോധ കമ്പനികളുടെ കൂട്ടായ്മയാണ് മെറ്റിയോർ വികസിപ്പിച്ചെടുത്തത്. നിലവിൽ ലോകത്തുള്ള BVR മിസൈലുകളിൽ ഏറ്റവും ആധുനികമായാണ് മെറ്റിയോറിനെ വിലയിരുത്തുന്നത്. യൂറോഫൈറ്റർ ടൈഫോൺ, ദസോൾട്ട് റാഫേൽ, സാബ് ഗ്രിപ്പൻ എന്നിങ്ങനെ വ്യത്യസ്ത പോർവിമാനങ്ങളിൽ മെറ്റിയോർ ഉപയോഗിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും 2016 മുതൽ മെറ്റിയോർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ കടത്തിവെട്ടുന്ന പ്രകടനമാണ് ഇന്ത്യയുടെ സ്വന്തം അസ്ത്ര ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത അസ്ത്ര MK3 നമ്മുടെ മിസൈൽ നിർമ്മാണ പദ്ധതിയിലാകെ നിർണായക മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. വേഗതയിലും റേഞ്ചിലും നോ എസ്കേപ്പ് സോൺ വർദ്ധിപ്പിക്കുന്നതിലുമെല്ലാം അസ്ത്ര MK3 വൻ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത SFDR അതായത് സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് മിസൈലാണ് അസ്ത്ര MK3 അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. പരീക്ഷണ ഘട്ടത്തിൽ 300 കിലോമീറ്റർ ദൂരപരിധി കൈവരിക്കാൻ SFDRന് സാധിച്ചിരുന്നു. വ്യോമ പ്രതിരോധ ആയുധങ്ങളിൽ ഇന്ത്യയുടെ ഭാവിയിലെ പ്രധാന ആയുധമായിട്ടാണ് അസ്ത്ര MK3 മാറുന്നത്.